യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യോശുവയുടെ പുസ്തകം ജോഷുവ ചാപ്റ്റർ 1 വേഴ്സസ് 1 to 9. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി പ്രാർത്ഥന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കൽ ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിനും അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് വീണ്ടും മഹത്വം കരയറ്റുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേക ഒരു വേദവചനം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പിലത്തെ ആഴ്ചയൊക്കെ വചനത്തിൽ നമ്മൾ കേട്ടത്, ദൈവം വാഗ്ദത്തം ചെയ്യുന്നവനാണ്, അവൻ വാഗ്ദത്തം നിവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും, കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളെല്ലാം അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. He is a promise giving God. Not only that, he is a promise keeping God. Hallelujah. ദൈവം വാഗ്ദത്തം ചെയ്താൽ അത് നിവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം ചെയ്തുകൊണ്ട് ആരാധിച്ചു കൊണ്ടുവരുന്നവന് ഹല്ലേലൂയ, അവൻ വാഗ്ദത്തങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്ന ദൈവമാണ് അവൻ. ഹല്ലേലൂയ. അത് എത്രമാത്രം താമസിച്ചാലും അത് ദൈവം അവന് നൽകി കൊടുക്കുമെന്ന് കാലേബിന്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി. നിനക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നീ അനുഭവിച്ചേ ഇവിടുന്ന് പോകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാവശ്യമായിട്ടുള്ള ആരോഗ്യവും അതിനാവശ്യമായിട്ടുള്ള ആയുസ്സും കർത്താവ് നമുക്ക് തീർച്ചയായിട്ടും നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ശത്രു എത്രമാത്രം അത് കീഴടക്കിയാലും ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിനക്ക് ആരോഗ്യ വാഗ്ദത്തങ്ങളെ നേടി നൽകുന്ന ഒരു ദൈവത്തെ നമ്മൾ ഹല്ലേലൂയ അറിയുവാനായിട്ടിടയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു, ദൈവം വാഗ്ദത്തം എനിക്ക് മാത്രമല്ല, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതാണ്. ഹല്ലേലൂയ. പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ വിശ്വസിക്കണം എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. ഇതെല്ലാവരുടെയും ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വാഗ്ദത്തം നേടുവാൻ ഹല്ലേലൂയ യോശുവയുടെ ജീവിതത്തിൽ അവൻ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ഫേസ് ചെയ്തു എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുവാനായി കർത്താവിൽ ശരണപ്പെടുകയാണ്. 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ആദ്യമായിട്ട് ഒന്നുകൂടി വായിക്കാം. എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, അതായത് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്തേക്ക് ഒരു യാത്ര തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം വാഗ്ദത്തം കൊടുത്തു കഴിഞ്ഞിട്ടും അവര് എത്രയോ വർഷങ്ങൾ അടിമത്തത്തിലായിരുന്നു.
എന്നാൽ ദൈവം മോശയെ അയച്ച് ജനത്തെ അവിടെ നിന്ന് വിടുവിച്ച് അവർ മുമ്പോട്ട് കടന്നു വരുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ മുമ്പോട്ട് കടന്നു വന്നു. 40ഓളം ആണ്ട് മരുഭൂമിയിലൂടെ അവിടെ യാത്ര തിരിച്ചു. യാത്രയായി മോശ മരിച്ചു. ഇവിടെ നമ്മളോട്, എന്നോട്, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നൊരു കാര്യം, എന്റെ ദാസനായ മോശ മരിച്ചു, എന്നാൽ എന്റെ വാഗ്ദത്തം മരിച്ചിട്ടില്ല. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം ചെയ്തവൻ മരിച്ചിട്ടില്ലെന്ന അർത്ഥം നിന്നെ നടത്തിക്കൊണ്ടുവന്നവനാ മരിച്ചത്. ഹല്ലേലൂയ. മോശ മരിച്ചു, എന്നാൽ വാഗ്ദത്തം മരിച്ചിട്ടില്ല എന്ന് പോൽക്കാലം ഓർത്ത് വിളിച്ചു പറയണം, കർത്താവേ ഹല്ലേലൂയ, വാഗ്ദത്തം ചെയ്തത് നീയാണ്, നീ മരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ ദാസനായ മോശ മരിച്ചു. അതുകൊണ്ട് ശവടക്കത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എവിടെയാണ് അവനെ ശവടക്കിയത്, ഏത് മലയിലാണ് അടക്കിയത്, എങ്ങനെയാണ് അടക്കിയത്, എന്തുകൊണ്ടാണ് അടക്കിയത്, ഇതൊന്നും ആലോചിച്ച് നിന്റെ സമയം കളയുവാനല്ല ദൈവം നിന്നെ കുറിച്ച് ആലോചിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. മോശ മരിച്ചു. ഇപ്പോൾ യോശുവയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, അവിടെ ഇരിക്കുക, പുറകോട്ട് തിരിഞ്ഞു നോക്കി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാ. പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പ്രൈസ് ദി ലോർഡ്, ഞാൻ എഴുതി വെച്ചു. രണ്ട് കാര്യം നമുക്ക് ചെയ്യാം. ഒരു വിഷയത്തിന് മുമ്പിലെത്തുമ്പോൾ ദൈവം തന്ന വാഗ്ദത്തങ്ങൾ മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക. ദൈവം ഇവന് പ്രത്യക്ഷത നൽകുമ്പോൾ. ഹല്ലേലൂയ. യോശുവ ഒറ്റയ്ക്കാണ് ആ സമയത്ത്. വലിയൊരു ജനക്കൂട്ടം അവന്റെ മുമ്പിലുണ്ട്. ഈ യോശുവയോട് ദൈവം പറയുക, യോശുവേ, മോശ മരിച്ചെന്നാൽ ഞാൻ മരിച്ചിട്ടില്ല, എന്റെ വാഗ്ദത്തം മരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്ന്, നിനക്ക് പുറകോട്ട് നോക്കി, പുറകോട്ട് നോക്കുമ്പോഴും നമുക്ക് രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. നല്ല നല്ല മെമ്മറീസ്, വണ്ടർഫുൾ മെമ്മറീസ്, വണ്ടർഫുൾ വിക്ടറീസ്. നമുക്ക് ദൈവം ചെയ്ത ഉപകാരത്തെ ഓർക്കാൻ കഴിയും, ദൈവം ചെയ്ത നന്മകൾ ഓർക്കാൻ കഴിയും. എത്രയോ നന്മകൾ നമുക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കാൻ കഴിയും. എനിക്കും ഇന്നത്തെ ദിവസം പുറകോട്ട് നോക്കി ഒരു കാര്യം ചിന്തിക്കുവാനുണ്ട്. ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ടൊരു പാസ്റ്ററെ കാണുന്നത് ആസാമിൽ വെച്ച്. എയർഫോഴ്സിൽ ജോലിയുള്ള ബന്ധത്തിൽ എനിക്ക് തോന്നിയാസം ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഞാൻ ഒരു തിയേറ്ററിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ ഒരു സ്കൂട്ടറിൽ വന്നു നിന്നു. എൻ്റെ അടുത്ത് വന്ന വഴി അയാൾ ചോദിച്ചു, മലയാളിയാണോ? ഞാൻ പറഞ്ഞു, അതെ. പേര് ജിജിയാണോ? അതെ. എങ്ങനെയാ മനസ്സിലായെന്ന് ചോദിച്ചു. അല്ല, ഇവിടെ ഗാർഡ് റൂമിൽ പറഞ്ഞതാണ്. ചോദിച്ചാൽ അപ്പോൾ ഇന്ന സ്ഥലത്ത് ചെന്നാൽ അവിടെ മലയാളികളുണ്ട്, ജിജിയോടോ ആരോടെങ്കിലും ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? ഞാനൊരു പാസ്റ്റർ. അന്നാ ഞാൻ ആദ്യമായിട്ട് പാസ്റ്റർ എന്നുള്ള വാക്ക് കേൾക്കുന്നത് പോലും, ആദ്യമായിട്ട് ഒരാളെ കാണുന്നത്. അതിന് മുമ്പ് അങ്ങനെ എനിക്ക് അറിയില്ല, കേട്ടിട്ടില്ല. താടി വെച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി വേറൊരാളെ കാണാനാണ് അയാൾ വന്നത്. അദ്ദേഹത്തെ കണ്ടു, വർത്തമാനം പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു, പിരിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കത്തോലിക്ക പള്ളിയിൽ പോകാനായിട്ട് ഇരുന്ന സമയം മഴ പെയ്തു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ എങ്ങും പോകാതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പാസ്റ്ററും അവിടെ ഉണ്ടായിരുന്ന ബെന്നി എന്ന് പറഞ്ഞൊരു സഹോദരനും വേറൊരു ജിജി എന്ന് പറഞ്ഞൊരു സഹോദരനും കൂടി പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. അവരൊരു വീട്ടിൽ വെച്ചാൽ പ്രാർത്ഥന നടക്കുന്നത്. പോകുന്നതിന് മുമ്പ് ബെന്നി എന്നോട് ചോദിച്ചു, ബ്രദർ ആരാധനയ്ക്ക് പോയിരുന്നു? ഞാൻ ആരാധന എന്നുള്ള മലയാള വാക്ക് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കേൾക്കുകയെന്ന്. അവർ പള്ളി കുർബാനയ്ക്ക് പോയിട്ടുണ്ട്, പക്ഷെ ഈ വാക്ക് കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ലെന്ന്. അവർ പോയതിൻ്റെ പുറകെ എന്നാൽ ഇതൊന്ന് കാണാം, ഈ പാസ്റ്ററിനെ അവിടെ ചെയ്യുന്നതെന്നൊന്ന് കാണാലോ എന്ന് കരുതി ഞാൻ പുറകെ പോയതാണ്. ദൈവങ്ങളെ വെറും 10-15 പേരുണ്ടായിരുന്നുള്ളൂ. ആ കൂട്ടായ്മയിൽ വെച്ച് അന്നത്തെ വചന ശുശ്രൂഷയിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. സാക്ഷ്യം പറയാൻ ഒരുപാടുണ്ട്, എന്നാലും ഒന്നും പറയാനുള്ള നേരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഒരു കാര്യം മനസ്സിലായി, ദൈവമേ, നിന്റെ വചനത്തിന് ഇങ്ങനെ ആത്മീയ അർത്ഥമുണ്ടെങ്കിൽ എനിക്ക് പുസ്തകത്തെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ എന്ന്. വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു കരം പൊക്കിയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ 2 കൈയും പൊക്കി. അന്ന് കല്യാണം കഴിച്ചിട്ടില്ല, എയർഫോഴ്സിൽ ജോലിയാണ്. 2 കൈയും പൊക്കി. അന്നത്തെ പകൽക്കാലം കർത്താവിന്റെ രക്ഷകനായി സ്വീകരിക്കാൻ കർത്താവ് ഇടയാക്കി. പിന്നീട് പള്ളിയിൽ ഒരിക്കലും പോയിട്ടില്ല. ഹല്ലേലൂയ. ദൈവം വലിയ മാറ്റങ്ങൾ വരുത്തിയ. ഇന്നേക്ക് 23 വർഷം മുമ്പ്, അത് ജൂലൈ 20-ാം തീയതിയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് പുറകോട്ട് നോക്കി നല്ല നല്ല കാര്യങ്ങളെ അയവിറക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ you could look back to your past and regret on lot of things. എത്രയോ നിരാശപ്പെടുത്തുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലർ മുഖാന്തരം നമുക്കുണ്ടായത് മുഴുവനും അയവിറക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ യോശുവേ, നിന്നെ കുറിച്ച് എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല.
Praise the Lord. Hallelujah. കഴിഞ്ഞ കാലത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല വിഷയം. എന്റെ ദാസനായ മോശ മരിച്ചു, അത് അവിടെ കിടക്കട്ടെ, എന്നാൽ നിനക്ക് മുമ്പിൽ ഒരു ഭാവിയുണ്ടെന്ന് നീ ഓർത്തു പറയണം. There is a future before you. Hallelujah. എന്റെ ദാസനായ മോശ മരിച്ചു. മോശയെ കുറിച്ച് കർത്താവോടെ പറയുന്ന ഒറ്റ വാക്കിലാണ് തീർക്കുക, എന്റെ ദാസനായ മോശ മരിച്ചു. ഈ ഒരു പോസ്റ്റിലേക്ക് ദൈവം അപ്പോയിന്റ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഈ പട്ടണത്തിലൂടെ പോയപ്പോൾ വലിയ പട്ടണമാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിച്ചു, ദൈവം ന്യൂയോർക്ക് പട്ടണത്തിൽ ഞങ്ങൾ ഒരു ചെറിയ 8 കുടുംബങ്ങളുമായിട്ട് ഇരുന്ന് ആരാധിക്കണം. ഇത്രയും വലിയ പട്ടണത്തെ ഇങ്ങനെ കീഴടക്കുന്നത് ശരിയല്ലേ? നമ്മളാ പട്ടണം ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഈ വാലി സ്ട്രീമിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് അത് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല. പട്ടണത്തിനകത്ത് ചെല്ലുമ്പോൾ ദൈവം ഇത്ര വലിയൊരു പട്ടണത്തെ എങ്ങനെ നമ്മൾ കീഴടക്കും? വലിയൊരു പദ്ധതി മുമ്പിൽ കിടക്കുക. ഇതിന് പിന്നിൽ നയിച്ചുകൊണ്ടുവന്നയാള് വെറും കരം നീട്ടിയപ്പോൾ ചെങ്കടലിനെ വിഭജിച്ചതാ. ഹല്ലേലൂയ. അവൻ പറഞ്ഞപ്പോൾ അവന്റെ വാക്കുകൾക്ക് മുമ്പിൽ 10 ബാധ ഇറങ്ങിയതാ. എത്രയോ അത്ഭുതങ്ങൾ ചെയ്തവനാണ് മോശ. ആരാ? ഈ മോശയുടെ ഷൂസിലേക്ക് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് കയറ്റുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് നോക്കി പകച്ചു നിൽക്കുമ്പോൾ ദൈവം യോശുവോട് പറയുന്ന ഒരൊറ്റ കാര്യം, എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും. എന്ന് പറഞ്ഞാൽ മോശയിൽ ഞാൻ കണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ എന്റെ ദാസനായിരുന്നു. ആ ക്വാളിറ്റി ഞാൻ നിന്നിൽ കാണുന്നുണ്ട്. ആ ക്വാളിറ്റി നിന്നിൽ കണ്ടാൽ ഹല്ലേലൂയ നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് കഴിയുമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നീ കഴിഞ്ഞുപോയ അനുഭവങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുവാനല്ല, നിന്റെ ഭാവി ഓർത്ത് ഹല്ലേലൂയ മുമ്പോട്ട് ഇറങ്ങുവാൻ. ആകയാൽ നീ പുറപ്പെടുക. Praise the Lord. There is a future before you. നിന്റെ ഭാവിയൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടേ ചെന്ന് മരിക്കുള്ളൂ. ഞാൻ മരിച്ചാലും നിങ്ങൾ കാണുമെന്നല്ല പറയേണ്ടത്, ഞാൻ ജീവനോടിരുന്നത് കാണും. Praise the Lord. ഹല്ലേലൂയ. ദൈവം ആയുസ്സാരോഗ്യം തരുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ തന്നെ കർത്താവേ നീ ചെയ്ത വാഗ്ദത്തം കാണുവാൻ എനിക്കിടയാകണം. ഹല്ലേലൂയ. ദൈവം അത് ചെയ്തു തരും. ഫ്യൂച്ചർ നോക്കി ഹല്ലേലൂയ ഇറങ്ങിത്തിരിക്കുവാൻ. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, 3-ാം വാക്യം വായിച്ചു. എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ 2-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട്. ഞാൻ മറന്നിട്ടില്ല, വാഗ്ദത്തം ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നത്. വാഗ്ദത്തം കഴിഞ്ഞു പോയിട്ടില്ലെന്ന്. ന്യൂയോർക്ക് പട്ടണത്തിൽ എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ദൈവം എന്ത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ടില്ലെന്ന് അതിനർത്ഥം. അതിപ്പോഴും മുമ്പിൽ തന്നെ ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ കുറിച്ച്, എന്റെ കുഞ്ഞിനെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള, എന്റെ കുടുംബത്തെ കുറിച്ച്, എന്റെ സഭയെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ അത് തീർന്നിട്ടില്ല, അതിപ്പോഴും മുമ്പിൽ തന്നെയുണ്ട്. അതിനെ കീഴ്പ്പെടുത്തുവാൻ, അവനെ അവകാശപ്പെടുത്തുവാൻ, വാഗ്ദത്തത്തെ കൈവശമാക്കുവാൻ നിങ്ങൾ മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. അടുത്ത വാക്യം, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും. അടുത്ത വിഷയം ഇതാണ്. ഒന്ന്, നീ പിറകോട്ട് നോക്കി പാസ്റ്റ് നോക്കിയിരിക്കുകയല്ല, മുമ്പോട്ട് നോക്കുക. 2, ദൈവം ചെയ്ത വാഗ്ദത്തത്തെ വ്യക്തമായിട്ട് ഒന്ന് അനലൈസ് ചെയ്തൊന്ന് പഠിക്കണം, ഒന്ന് മനസ്സിലാക്കണം. എന്നെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്, സഭയെ കുറിച്ച് ദൈവം എന്തുവാ ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? ദൈവം പറഞ്ഞു, നീ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി നൽകും. ഇത് പണ്ട് പറഞ്ഞിട്ടുള്ളതാന്നേ, എന്നാലും ദൈവം വീണ്ടും ഓർപ്പിക്കുക. ഹല്ലേലൂയ. ഈ ഓർപ്പിച്ചതാ പിന്നീട് 45 വർഷം കഴിഞ്ഞപ്പോൾ കാലേബ് വന്നിട്ട് പറയുന്നത്, എന്റെ കാല് ഒട്ടൊന്ന് തരാമെന്ന് പറഞ്ഞെന്ന്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എന്റെ ദൈവമേ, ഹല്ലേലൂയ. നിങ്ങളിത് ഫോളോ ചെയ്യുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അനേക വർഷങ്ങൾക്ക്, 450 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അരുളി ചെയ്തതാണ്, ഞാൻ നിങ്ങൾക്ക് ഈ ദേശം തരുമെന്ന്. അത് അനേക നാളുകൾക്ക് ശേഷം വീണ്ടും വന്ന് പറയുക. മോശയോട് പറഞ്ഞു, എടാ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് വാഗ്ദത്ത ദേശത്തേക്ക്. ഹല്ലേലൂയ. വീണ്ടും യോശുവയോട് വന്നിട്ട് പറയുകയാണ്, ദൈവം നിനക്ക് വേണ്ടി ഒരു വാഗ്ദത്തം നൽകിയത് നീ ഓർക്കുന്നുണ്ടോ? നമ്മുടെ മുമ്പിൽ വാഗ്ദത്തങ്ങളെ ഡിഫൈൻ ചെയ്യുക. What is actually God looking for me? ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഹിതം എന്തുവാ? വല്ല പ്ലാനുണ്ടോ? വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങളെ കുറിച്ച് എന്നാ ദൈവത്തിന്റെ പ്ലാൻ? ഓരോരുത്തരോട് വന്നിരുന്ന് സംസാരിക്കണം. ദൈവത്തിന്, സഹോദരി, നിന്നെ കുറിച്ച് എന്തോ ഒരു പ്ലാൻ ഉള്ളത്.
ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, ഞാൻ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഈ വിഷയത്തിന് വേണ്ടി, ഈ വിഷയത്തിന് വേണ്ടി ഇതെല്ലാം കർത്താവേ, നിനക്ക് എന്നെ കുറിച്ച്, എൻ്റെ ഭാവിയെ കുറിച്ച് എനിക്കുള്ള നിന്റെ വാഗ്ദത്തം എന്താ കർത്താവേ? നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാ. ഹല്ലേലൂയ. ഡിഫൈൻ യുവർ പ്രോമിസ്. നിങ്ങളുടെ പ്രോമിസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. നാലാം വാക്യം വായിക്കാം. നാലാം വാക്യം നോക്കാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മരുഭൂമിയും ഈ ലബാനോനും തുടങ്ങി ഗാത്ത് എന്ന മഹാനദി വരെയും നിങ്ങളുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്നോട് കൂടി ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉറപ്പും കാര്യമുള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുന്ന പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് ആവാസമായി വിവാഹിക്കും. നല്ല ഉറപ്പും ധൈര്യം ഉള്ളവനായി മാത്രമില്ല. ചെല്ലുന്നിടത്തൊക്കെ സുഖമായിരിക്കേണ്ടത്. അത് നീ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നത്. 8-ാം വാക്യം കൂടി വായിച്ചോ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അത് എഴുതിയിരിക്കുന്നവരൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ആദ്യത്തെ വിഷയം പുറകോട്ട് നോക്കി നിരാശപ്പെടാനല്ല, മുമ്പോട്ട് നോക്കി ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. യോശുവയോടത് പറഞ്ഞു, യോശുവ അത് ഏറ്റെടുത്തു. രണ്ടാമത്തെ വിഷയം, യോശുവയെ മുമ്പിൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തത്തെ നീ നന്നായി മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിന്റെ മുമ്പിലുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കണം. ദേശത്തെ നീ കീഴ്പ്പെടുത്തണം, മരുഭൂമിയെ കീഴ്പ്പെടുത്തണം, യഹൂദ മരുഭൂമിയെ നീ കീഴ്പ്പെടുത്തണം. ഹല്ലേലൂയ. ദേശം ഇന്നിന്ന അളവിനുള്ളിൽ നിന്റെ മുമ്പിൽ തരും. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്നതൊക്കെയും ഞാൻ നിനക്ക് നൽകും. ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിവർന്നു നിൽക്കുകയില്ല. വാഗ്ദത്തങ്ങളെ ഡിഫൈൻ ചെയ്ത് ദൈവം കൊടുത്തതിന് ശേഷം അവനിൽ നിന്നൊരു കമ്മിറ്റ്മെന്റ് കർത്താവ് ആഗ്രഹിച്ചു. ഇന്ന് രാവിലെ സങ്കീർത്തനം വായിച്ചപ്പോൾ വ്യക്തമായി ചില കാര്യങ്ങൾ നമ്മൾ അത് മനസ്സിലാക്കി. എത്രത്തോളം നിങ്ങളത് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. ആർക്കാ സഹായമായി തീർന്നത്? എന്റെ വായ എപ്പോഴും നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സ്തുതി വായിൽ നിന്ന് എപ്പോഴും ഉയർത്തുന്നവന് ദൈവം സഹായമായിരിക്കുമെന്ന്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പാടിയ കർത്താവേ, രാത്രി ഞാൻ കിടക്കുമ്പോ പേക്കിനാവ് കാണുമെന്നല്ല നിന്റെ ധ്യാനം, നിന്റെ വചനം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്താ രാത്രി നമ്മൾ ധ്യാനിക്കുന്നത്? എന്താ നമ്മുടെ ധ്യാനം? എന്താണ് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത്? എന്താണ്? ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ഷോൺ പറഞ്ഞൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? യിരെമ്യാവ് ദൈവത്തോട് പറയുക, കർത്താവേ, നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ എന്ന്. ദൈവം അതേ അധ്യായത്തിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നമ്മളെ വിളിച്ചു പറയാ, അതേ കുഞ്ഞ്, എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, നീ വിതയ്ക്കുന്നത് കൊയ്യുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായി? വായിൽ നിന്ന് വിതയ്ക്കുന്നതിന്റെ ഫലം കൊയ്യുന്നത് അങ്ങനെയാണെന്ന്. വചനമാണ് വിതയ്ക്കുന്നതെങ്കിൽ അതിന്റെ ഫലം കൊയ്യുമെന്ന്. വിതയ്ക്കുന്നത് അല്ല കൊയ്യുന്നത്, വിതയ്ക്കുന്നതിന്റെ ഫലമാണ് കൊയ്യുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് വായ നിറയ്ക്കണം, ദൈവത്തിന്റെ വചനം കൊണ്ട് മനസ്സ് നിറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ സന്തോഷത്താൽ നിറയുക. കാരണം എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുമ്പോൾ, എന്റെ ദൈവത്തിന് ഞാൻ മഹത്വം കരയറ്റുമ്പോൾ, എന്റെ ദൈവത്തിന് ഞാൻ ശക്തി കൊടുക്കുമ്പോൾ അവൻ അത് തന്നെ ഫലമായിട്ട് എനിക്ക് തിരിച്ചു നൽകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പോകുന്നിടത്തൊക്കെ ശുഭമായി ഇരിക്കേണ്ടതിന് നീ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞ്, നിന്റെ വായിൽ നിന്ന് വചനം നീങ്ങിപ്പോകരുത്. രാവിലെ കേട്ടപ്പോൾ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞത്, എന്റെ വായിൽ നിന്ന് സ്തുതി മാറിപ്പോകുകയില്ല. വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കും, ഞാനത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. The word in your mouth, the word in your mind, the word in your mission. നിന്റെ മിനിസ്ട്രിയില് ദൈവത്തിന്റെ വചനമായിരിക്കും. ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. വലിയ ഡീപ്പായ സബ്ജക്റ്റ് ആണ്. എടുത്ത സമയം തീർന്നു. വാഗ്ദത്തം നല്ലതാണ്. വാഗ്ദത്തം മുമ്പിൽ നൽകിയിട്ടുണ്ട്, ഓർപ്പിക്കുന്നുണ്ട്, ഭാവി നോക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്താൽ മാത്രമേ ഒന്നുകൂടെ വായിച്ച് 7:8 വായിച്ച് എന്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിക്കുന്ന ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രമില്ല. നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരുന്നാൽ നിനക്ക് വചനം അനുസരിച്ച് ജീവിക്കാൻ കഴിയുമെന്ന്. അടുത്തത്, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കണമെന്ന്? ചെല്ലുന്നിടത്തൊക്കെ പരാജയമാണോ ചിന്തിക്കുന്നത്? ചെല്ലുന്നിടത്തൊക്കെ ഞാനൊരു പരാജയമാണെന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? അല്ല. ഹല്ലേലൂയ. ദൈവം നിന്നെ അയക്കുന്നിടത്തൊക്കെ നീ ശുഭമായി
ഇരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളൊരു സന്തോഷമായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെല്ലുന്നത് ഒരു ഭവനത്തിൽ ചെന്നാൽ ഹല്ലേലൂയ, നമ്മളോട് ഇറങ്ങി പോരുമ്പോൾ അവരുടെ ഹൃദയത്തിലെ ഭാരമല്ല വരേണ്ടത്. ഹല്ലേലൂയ, ദൈവദാസൻ വന്നത്, ആ ദൈവദാസി വന്നതുകൊണ്ട് ഹല്ലേലൂയ എനിക്കൊരു ഉത്തരം ലഭിച്ചു എന്നല്ലേ പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നീ ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കേണ്ടതിന് ഈ വചനം നിന്റെ വായിൽ നിന്ന് നീങ്ങരുത്. ഇത് നീ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. 1-ാം സങ്കീർത്തനം അതല്ലേ പറയുന്നത്. ഹല്ലേലൂയ. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അടുത്ത വാക്യം. ഹല്ലേലൂയ. നീ ശുഭമായിരിക്കേണ്ടത് നീ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നവരൊക്കെ പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വാക്യം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. എന്താ നിന്റെ പ്രവൃത്തി? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. I'm giving you a job. I'm giving you a duty, an assignment. That assignment is to capture the land. Hallelujah. നിന്റെ മുമ്പിൽ ഞാൻ ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ട്. I have given you a promise before you and your duty is to occupy the land. Hallelujah. ആ വാഗ്ദത്തം നീ ചെയ്തെടുപ്പാൻ, to fulfill that assignment you need to do this. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ചെയ്യുന്ന കാര്യമൊക്കെ സാധിക്കും. എന്താ ചെയ്യുന്ന കാര്യം? ഇതാണ് അസൈൻമെന്റ് ഫുൾഫിൽ ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. വചനം നമ്മുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുക. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചോ. അടുത്തത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, be strong. Be strong and be courageous. I am with you. Praise the Lord.